ഹലോ എവ്രി വൺ. ഈ ഒരു വ്ളോഗ് എന്നെക്കുറിച്ചുള്ള വ്ളോഗല്ല, നേരെ മറിച്ച് വളരെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് കുഞ്ഞു മക്കളെക്കുറിച്ചുള്ളതാണ്. എല്ലാ വർഷവും മാർച്ച് 21 ഒരു പ്രത്യേകതയുണ്ട്. അന്ന് വേൾഡ് ഡൗൺ സിൻഡ്രോം ഡേ ആണ്. ഞങ്ങളുടെ കോളേജിലെ പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡൗൺ സിൻഡ്രോമുള്ള കുറേ കുഞ്ഞുങ്ങൾ കൺസൾട്ടേഷന് വരാറുണ്ട്. ഇത്തവണത്തെ വേൾഡ് ഡൗൺ സിൻഡ്രോം ഡേയിൽ പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു. ഹൃദയധാരിയായ ഒന്നെന്നൊക്കെ മലയാളത്തിൽ പറയില്ലേ, ലിറ്ററലി ഇറ്റ് വാസ് വൺ ഓഫ് ദം. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കാണണം, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യണം. ബിക്കോസ് ദിസ് വീഡിയോ ഇസ് വാട്ട് ദേ വോണ്ട് ടു ടെൽ യു, ഇറ്റ്സ് വാട്ട് വി വോണ്ട് ടു എഡ്യൂക്കേറ്റ് യു അബൌട്ട്. ബൈ ദ വേ, ഞാൻ സ്വാതി, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ 3rd ഇയർ MBBS സ്റ്റുഡൻ്റാണ്. ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ പോസ്റ്റിങ്ങിൻ്റെ ഇടയിൽ വന്നതുകൊണ്ട് തന്നെ ഞാൻ എത്താൻ കുറച്ച് ലേറ്റായിരുന്നു. അപ്പോഴേക്കും ഈ മക്കളും അമ്മമാരും അച്ഛന്മാരും എല്ലാവരും എത്തിയിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ഡൗൺ സിൻഡ്രോം എന്നറിയോ? പലരും വിചാരിച്ചിരിക്കുന്നത് നോർമലി ഉള്ള ആൾക്കാരിൽ നിന്നും മെൻ്റലി ഓർ ഫിസിക്കലി എന്തൊക്കെയോ ഡൗൺ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരെന്നാണ്. ബട്ട് ഇറ്റ്സ് നെവർ ലൈക്ക് ദാറ്റ്. ആക്ച്വലി ദേ ഹാവ് സംതിങ് മോർ ദാൻ അസ്. യെസ്, ആൻ എക്സ്ട്രാ കോപ്പി ഓഫ് 21st ക്രോമസോം. അതായത് ഒരു മനുഷ്യന് ടോട്ടൽ 23 പെയേഴ്സ് ഓഫ് ക്രോമസോംസ് ആണുള്ളത്, ടോട്ടൽ 46 എണ്ണം. എന്നാൽ ഡൗൺ സിൻഡ്രോം ഉള്ള ആളുകളിൽ കോശവിഭജനത്തിൽ, അതായത് സെൽ ഡിവിഷനിൽ വരുന്ന ചില അപാകതകൾ കാരണം 21ാമത്തെ ക്രോമസോമിന് ഒരു എക്സ്ട്രാ കോപ്പി കൂടെ ഉണ്ടാകുന്നു. ട്രൈസോമി 21 എന്നാണ് ഈ ഒരു കണ്ടീഷനെ നമ്മൾ വിളിക്കുക. ഈ ഒരു എക്സ്ട്രാ ക്രോമസോം കാരണം അവർക്ക് ചില പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നു. ഇതാദ്യമായി ഡിസ്ക്രൈബ് ചെയ്തത് ഡോക്ടർ ജോൺ ലാങ്ടൺ ഡൗൺ എന്നൊരു സയൻറ്റിസ്റ്റാണ്. അതുകൊണ്ടാണ് ഈ അവസ്ഥയ്ക്ക് ഡൗൺ സിൻഡ്രോം എന്ന് പേര് വന്നത്. ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞുങ്ങളുടെ പാരൻസിന് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് എഴുതിയ ഒരു ഗൈഡ് ബുക്കിൻ്റെ പ്രകാശനമായിരുന്നു ആദ്യം നടന്നത്. പിന്നെ ഉണ്ടായിരുന്നത് കുഞ്ഞുങ്ങളുടെ കലാപരിപാടികളായിരുന്നു. എത്ര രസത്തിലാണോ ഈ കുഞ്ഞുങ്ങൾ ഡാൻസ് ചെയ്യുന്നത്, പാട്ട് പാടുന്നത്, എത്ര ആഴത്തിലാണ് അവർ സ്നേഹിക്കുന്നത്. കണ്ടിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയൊരു മൊമെൻറ്റ് കാണിച്ചു തരാം. അലീമ മൻഹയുടെ നാടോടി നൃത്തം പെർഫോമൻസ്. I feel so happy and proud when she was dancing like that. ബട്ട് കരയിപ്പിച്ചത് ആ കുട്ടിയുടെ അമ്മയാണ്. മകൾക്കൊരു സ്റ്റെപ്പ് പോലും തെറ്റാതിരിക്കാൻ, ഒരു ചുവട് പോലും പതരാതിരിക്കാൻ സ്റ്റേജിൻ്റെ മുന്നിൽ നിന്ന് ആ അമ്മയും ഡാൻസ് ചെയ്യായിരുന്നു. ആ ഡാൻസ് കഴിഞ്ഞത് ഓടി വന്ന് നമ്മുടെ മൻഹക്കുട്ടി എല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്തു. ഞങ്ങളുടെ പീഡിയാട്രിക്സിൻ്റെ പ്രൊഫസർ ഡോക്ടർ മോഹൻദാസ് സാറിനെ കണ്ടതും അവൾ സ്നേഹം പ്രകടിപ്പിച്ചത് കണ്ടോ? ഡോക്ടേഴ്സിൻ്റെ ലൈഫിൽ കിട്ടുന്ന അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ചില മൊമെൻറ്റ്സ് അല്ലെങ്കിൽ അംഗീകാരങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ ആയിരിക്കണം അല്ലേ? പൊതുവേ ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞുങ്ങൾ മറ്റുള്ള കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് നന്നായി സ്നേഹം പ്രകടിപ്പിക്കുന്നവരാണെന്ന് സാറ് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. വേറെയും കുട്ടികൾ പാടി ഡാൻസ് കളിച്ചു, ബലൂൺ തട്ടിക്കളിച്ചു, കുറേ സന്തോഷിച്ചു. ഒപ്പം ഞങ്ങളും കേട്ടോ. പിന്നെ അവരുടെ കുഞ്ഞു കൈകളിൽ കളറ് മുക്കി അടയാളങ്ങൾ പതിപ്പിച്ചു. ഞാൻ +2 പഠിക്കുമ്പോൾ വായിച്ചൊരു നോവലുണ്ട്, സുഭാഷ് ചന്ദ്രൻ്റെ സമുദ്രശില. അതിൽ അംബ എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്. അംബയുടെ മകൻ ഒരു സ്പെഷ്യൽ കിഡ് അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളൊരു ചൈൽഡാണ്. ആദ്യമൊക്കെ അംബയ്ക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് കുറച്ച് കഴിയുമ്പോൾ അംബ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്, ഞാനൊരു സ്പെഷ്യൽ അമ്മ ആയതുകൊണ്ടാണ് ദൈവം എനിക്കൊരു സ്പെഷ്യൽ കുഞ്ഞിനെ തന്നതെന്ന്. ഈ സ്പെഷ്യലായിട്ടുള്ള അച്ഛനും അമ്മയ്ക്കും അല്ലാതെ വേറെ ആർക്കാ ഈ കുഞ്ഞു മക്കളെ ഇങ്ങനെ പൊന്നുപോലെ നോക്കാൻ പറ്റുക? അത്രയ്ക്കും റെസ്പെക്റ്റ് തോന്നുന്നു എനിക്ക് നിങ്ങളോടെല്ലാവരോടും. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് വേണ്ടി കുറേ ഗിഫ്റ്റ്സൊക്കെ കൊടുത്തിരുന്നു. മുത്തുമാല, പേപ്പർ പെൻ, പേൾ ബ്രേസ്ലെറ്റ്, സ്കൂൾ ബാഗ്, വാട്ടർ ബോട്ടിൽ, ബുക്സ്, അങ്ങനെ കുറേ ഗിഫ്റ്റ്സ്. ദ ഹാപ്പിനെസ് ഇൻ ദെയർ ഐസ് വാസ് പ്രൈസ്ലെസ്. ഭയങ്കര ഹാപ്പി മൊമെൻറ്റ്സ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ. അവരുടെ ആ ഒരു പ്രൈസ്ലെസ് സന്തോഷം കാണുക എന്ന് പറയുന്നത്. നമുക്കിനി മോഹൻദാസ് സാറിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. സർ, ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു ബേബിക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഡൗൺ സിൻഡ്രോമുള്ള ഒരു ബേബി, അവർക്ക് ചിലപ്പോൾ ജനിക്കുമ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. പ്രത്യേകിച്ചും അവരുടെ ഇൻറ്റസ്റ്റൈൻ, കുടലിനുള്ള ജന്മനായുള്ള തടസ്സങ്ങൾ, ഡിയോഡനൽ അട്രീസിയ, അതുപോലെ ഹെയർസ്പ്രങ് ഡിസീസ്, അതൊക്കെ ഓപ്പറേഷനിലൂടെ ശരിയാക്കാൻ പറ്റുന്ന ചില പ്രശ്നങ്ങളാണ്. അതുപോലെ കുറേ കുട്ടികൾക്ക്, ഒരു 5% കുട്ടികൾക്ക് ജനിക്കുമ്പോൾ തന്നെ തൈറോയ്ഡ് കുറവുണ്ടാവാറുണ്ട്. ജനിക്കുമ്പോൾ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് നോർമലാണെങ്കിലും പിന്നീട് അവർക്ക് തൈറോയ്ഡ് ഹോർമോണിൻ്റെ കുറവ് ഭാവിയിലും ഉണ്ടാകാറുണ്ട്. ഈ കുട്ടികൾക്ക് മറ്റു കുട്ടികളെ അപേക്ഷിച്ച് കാര്യങ്ങൾ ചെയ്തു വരാൻ, അതായത് അവരുടെ ബുദ്ധിവികാസത്തിൻ്റെ നാഴികക്കല്ലുകൾ നേടിയെടുക്കാൻ, ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യാൻ മറ്റു കുട്ടികളെക്കാളും താമസം ഉണ്ടാവും.
ഡെവലപ്മെൻ്റൽ ഡിലേ എന്ന് പറയും. അപ്പോൾ അതും ഇവർ നേരിടുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മറ്റു കുട്ടികളെക്കാളും ബുദ്ധിപരമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഇൻ്റലിജൻസ് കോഷ്യൻ്റ് IQ മറ്റു കുട്ടികളെക്കാളും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാഠഭാഗങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഈ ഡെവലപ്മെൻ്റൽ ഡിലേ ഉള്ള കുട്ടികൾക്ക് നമ്മൾ കൂടുതൽ സ്റ്റിമുലേഷൻസ്, അവർ കൂടുതൽ കാര്യങ്ങൾ കണ്ടും കേട്ടും തൊട്ടറിഞ്ഞൊക്കെ ഉള്ള അനുഭവങ്ങളിലൂടെയാണ് അവരുടെ തലച്ചോറ് വികസിക്കുന്നത്. അപ്പോൾ ചില കുട്ടികൾക്ക് ജന്മനാ തന്നെ കേൾവിക്കുറവുണ്ടാവാം, ചിലർക്ക് ജനിക്കുമ്പോൾ തന്നെ തിമിരം ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ തുടക്കം തൊട്ടേ കണ്ടെത്തിയിട്ട് ശരിയാക്കി കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിലാണ് അവർക്ക് അവരുടെ ജന്മനാ ഉള്ള അവരുടെ ഒരു മാക്സിമം പൊട്ടൻഷ്യലിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടുന്ന രീതിയിലുള്ള തെറാപ്പികളൊക്കെ നമുക്ക് ചെയ്താൽ ഫലപ്രദമാവുകയുള്ളൂ. പല മാതാപിതാക്കളും നിങ്ങളുടെ കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം ആണെന്ന് പറയുമ്പോൾ അവർ പെട്ടെന്ന് വിചാരിക്കുക കുട്ടി എല്ലാ കാര്യങ്ങളിലും ഡൗൺ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നുള്ളതാണ്. പക്ഷേ ആ പേര് വന്നത് അങ്ങനെയല്ല. ലാങ്ഡൺ ഡൗൺ എന്നുള്ള ബ്രിട്ടീഷുകാരനായ ഒരു ഡോക്ടറാണ് ബുദ്ധിമാന്യമുള്ള ധാരാളം ആൾക്കാരിൽ കുറച്ച് പേര് ചില പ്രത്യേക ശാരീരിക സവിശേഷതയുള്ള ആൾക്കാരാണ് എന്ന് കണ്ടെത്തിയത്. അതുകൊണ്ടാണ് ആ ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരെ ഡൗൺ സിൻഡ്രോം എന്ന് വിശേഷിപ്പിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഈ ഡൗൺ അല്ല, ഐൻസ്റ്റീൻ എന്നുള്ള പേരുള്ള ഒരാളാണ് ആദ്യമായിട്ട് വ്യത്യാസം കണ്ടുപിടിച്ചിരുന്നതെങ്കിൽ ഈ കണ്ടീഷന് നമ്മളിപ്പോൾ ഐൻസ്റ്റീൻ സിൻഡ്രോം എന്ന് പറയായിരുന്നു. വേറൊരു ഡൗൺ സിൻഡ്രോം ഉള്ളൊരു വ്യക്തി അദ്ദേഹം ആവശ്യപ്പെട്ടത് ഞങ്ങൾ ഡൗൺ സിൻഡ്രോം എന്ന് പറയരുത്, അപ്പ് സിൻഡ്രോം എന്ന് പറയണമെന്നാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പല രസകരമായ കാര്യങ്ങളുണ്ട് അതിൽ. സർ, ആസ് എൻ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ആസ് എ സൊസൈറ്റി നമുക്ക് ഏതൊക്കെ രീതിയിൽ ഈ ഡൗൺ സിൻഡ്രോം ഉള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു വ്യക്തി ആ ഒരു രീതിയിലായത് അവരുടെ കുറ്റമല്ല, അവരുടെ രക്ഷിതാക്കളുടെ കുറ്റമല്ല. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ ഇരിക്കുന്ന രീതിയിലുള്ളത് നമ്മളുടെ വലിയ നേട്ടമല്ല, അതൊക്കെ വെറും ഒരു ചാൻസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സമൂഹത്തിലുള്ള എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും വേണ്ടുന്ന രീതിയിലുള്ള അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. അപ്പോൾ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് പ്രധാനമായിട്ടും വേണ്ടുന്ന ഒന്ന് അവരെ സാധാരണ ആൾക്കാരായിട്ട് അംഗീകരിക്കുക, ഇൻക്ലൂഷൻ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ അവരും നമ്മളിലൊരാളാണ് എന്നുള്ളൊരു തോന്നൽ ഓരോ വ്യക്തിക്കും ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് എന്തൊക്കെയാണ് ആവശ്യം, നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ളതിനെ പറ്റി നമ്മൾ ആലോചിച്ച് തുടങ്ങും. അങ്ങനെ വരുമ്പോൾ ഒന്ന് അവരുടെ കുടുംബത്തിന് വേണ്ടുന്ന സപ്പോർട്ട് വേണം, ഈ കുട്ടികൾക്ക് വേണ്ട തെറാപ്പി ചെയ്യാനുള്ള സൗകര്യങ്ങൾ വേണം. ഇന്ന് നമുക്ക് അതിന് വേണ്ടുന്ന രീതിയിൽ അത്രയും സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആയിട്ടില്ല. മുൻകാലങ്ങളെ അപേക്ഷിച്ച് മാറ്റം വരുന്നുണ്ട്, എങ്കിലും ഇനിയും ധാരാളം സെൻറ്ററുകൾ തെറാപ്പിക്ക്, സ്പീച്ച് തെറാപ്പി ആയാലും ഫിസിയോതെറാപ്പി, ഓക്യുപ്പേഷണൽ തെറാപ്പി, ഡെവലപ്മെൻ്റൽ സ്റ്റിമുലേഷൻ, അങ്ങനെ ധാരാളം. അതുപോലെ വൊക്കേഷണൽ ട്രെയിനിങ്, ഇവർക്ക് ഒരു തൊഴിൽ പഠിക്കാനുള്ള അവസരം. അതുപോലെ സ്കൂളിലൊക്കെ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ അവരെ മറ്റു കുട്ടികൾ അംഗീകരിക്കണം, അവരിലൊരാളായിട്ട് അംഗീകരിക്കണം. മറ്റു കുട്ടികൾക്കും ഇവരിൽ നിന്ന് കുറേ പഠിക്കാനുണ്ടാവും. ഉദാഹരണത്തിന് നമുക്കറിയാലോ, സ്നേഹം പ്രകടിപ്പിക്കാൻ ഈ കുട്ടികൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മൾ ഒരു OPയിൽ ഒരു 10-30 കുട്ടികൾ വന്ന് കാണിച്ചു പോകുന്നുണ്ടെങ്കിൽ ഒരു ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടി വന്ന് കാണിച്ചു പോകുമ്പോഴാണ് ഒരു ടാറ്റ പറഞ്ഞു പോവുക, അല്ലെങ്കിൽ ഒരു ഫ്ലൈയിങ് കിസ് തരിക, ചിലർ വന്ന് കെട്ടിപ്പിടിക്കും. അപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള കഴിവ്, അതുപോലെ എന്തും ഷെയർ ചെയ്യാനുള്ള ഒരു കഴിവ്, അതൊക്കെ ഈ കുട്ടികളിൽ നിന്ന് മറ്റുള്ളവർക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ ഇങ്ങനെയുള്ള കുട്ടികൾ എങ്ങനെ നമ്മളിൽ ഒരാളായി കരുതി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ള മറ്റുള്ള കുട്ടികൾക്കും അറിയാൻ പറ്റും. ഈ മറ്റ് കുട്ടികളിൽ നിന്ന് അവരുടെ ഒരു പൊതു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നും, അല്ലെങ്കിൽ അവരുടെ സ്പീച്ച്, സംസാരശേഷിയൊക്കെ ഈ മറ്റ് സാധാരണ സ്കൂളിൽ മറ്റു കുട്ടികളുടെ കൂടെയൊക്കെ പോകുമ്പോഴത്തേക്ക് നന്നായിട്ട് മെച്ചപ്പെടുന്നത് കാണാറുണ്ട്. അപ്പോൾ രണ്ടു കൂട്ടർക്കും ഒരുപോലെ ബെനിഫിഷ്യലായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഡൗൺ സിൻഡ്രോം ഉള്ള എല്ലാ കുട്ടികളുടെ അമ്മമാർക്ക് എപ്പോഴും ഉണ്ടാകുന്ന സാധാരണമായ ഒരു സംശയമാണ്, ഈ ഡൗൺ സിൻഡ്രോം ഒരു കുട്ടിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പിന്നീട് ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ, അതായത് ഡൗൺ സിൻഡ്രോമിൻ്റെ റിക്കറൻസ് റിസ്ക് എന്താണെന്നുള്ളത്. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു 95% കേസസിലും ഡൗൺ സിൻഡ്രോം എന്നുള്ളത് ആ കുഞ്ഞിൽ മാത്രം ഉണ്ടാവുന്ന ഒരു ജനിതക വ്യതിയാനം മൂലം ഉണ്ടാവുന്നതാണ്.
ബാക്കി 5% കേസസിൽ മാത്രമാണ് റിക്കറൻസ് റിസ്ക് ഉണ്ടാവുക. അതായത് 95% കേസസിൽ കുഞ്ഞിന് തന്നെ ഉണ്ടായ ഒരു ജനിതക വ്യതിയാനമാണെങ്കിൽ അത് അടുത്തൊരു പ്രഗ്നൻസിയിൽ ഉണ്ടാവാനുള്ള സാധ്യത 1% താഴെയുള്ളൂ. ബാക്കി 5% കേസസിലാണ് ചെറിയൊരു റിക്കറൻസ് റിസ്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടിക്ക് നമ്മളൊരു ജനിതക ടെസ്റ്റ്, അതായത് കാരിയോടൈപ്പ് ചെയ്ത് ക്രോമസോം അനാലിസിസ് ചെയ്ത് കൺഫേം ചെയ്ത് ഒരു ജനറ്റിക് കൗൺസിലിംഗ് എടുക്കണമെന്നുള്ളത് ഉറപ്പായിട്ടും പറയുന്നത്. ഭയങ്കര ടെൻഷനായിരുന്നു ഇങ്ങനെ ഒരു കുട്ടി ആണല്ലോ എന്നുള്ളതിൽ. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഡോക്ടർമാർ എല്ലാ സപ്പോർട്ടും തന്ന് എന്നോട് പറഞ്ഞു അതിനൊരു വിഷമം വിചാരിക്കേണ്ട, ഇങ്ങനത്തെ ഒരു കുട്ടി ഉണ്ട് എന്ന് തന്നെ കരുതേണ്ട, കുട്ടി നല്ല രീതിയിൽ ആവും, ആ കുട്ടീനെ ഞങ്ങൾ നല്ല രീതിയിലാക്കി തരാം. പിന്നെ ഇവനെ ചികിത്സിച്ചത് ഗീതാ മേഡമായിരുന്നു. ആ മേഡം എനിക്ക് എല്ലാ സപ്പോർട്ടും തന്നിട്ടുണ്ട്. എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു കുട്ടി ആയതും കൊണ്ട് അമ്മ ബേജാറാവേണ്ട, ആരെ മുന്നിലും അമ്മ പരാജയപ്പെടില്ല, അമ്മ എല്ലാ കാര്യത്തിനും മുന്നോട്ട് തന്നെ പോകണമെന്ന് പറഞ്ഞു. ഇപ്പോൾ 7 വയസ്സായി. അന്നൊന്നും സംസാരിക്കുകയില്ല, നടക്കൂലായിരുന്നു, കൈ കുത്തി നിരങ്ങുന്ന ഒരു രീതിയാണ്. അങ്ങനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ ഡോക്ടർമാർ പറയും പോലെ ഞാൻ മുന്നോട്ട് പോയി നടത്തിച്ചൊരു തന്ന്. ഒരു 3 വയസ്സായിട്ട് നടക്കുമ്പോൾ, എന്നാലും ഇപ്പോൾ നല്ല ആക്റ്റീവാണ്, നല്ല ഹാപ്പിയാണ്. മോനെ പറ്റിക്ക് ഒരു വളരെ സന്തോഷമേ ഉള്ളൂ ഇപ്പോൾ. എന്താ വെച്ചാൽ ഓനോ ഇങ്ങനത്തെ ഒരു കുട്ടിയാണെന്നുള്ള ഇതില്ല. ഇപ്പോൾ സാധാ സ്കൂളിലാണ് അവൻ പഠിക്കുന്നത്. അവിടെ VRCൻ്റെ ടീച്ചറുണ്ട്, ബീന ടീച്ചർ എന്നാണ് പറയാം. ആ ടീച്ചറും എല്ലാ സപ്പോർട്ടും ഓനുണ്ട്. പിന്നെ മറ്റുള്ള ടീച്ചർമാരും അധ്യാപകരെയും സപ്പോർട്ട് ഫുള്ളുണ്ട്. അവനവിടെ കൊണ്ടുപോയാക്കി കഴിഞ്ഞാൽ എല്ലാ കുട്ടികളെ പോലെ തന്നെ ഇങ്ങനത്തെ ഒരു കുട്ടിയാണെന്നുള്ളൊരു ഇതേ പരിഗണന അവിടെ അല്ല. ആ കുട്ടി എല്ലാ കുട്ടികളെയും കാണുന്ന രീതിയിൽ തന്നെയാണ് അവനെ കാണുന്നത്. ഇങ്ങനത്തെ കുട്ടിയാണ്, ഒരു ഭിന്നശേഷിയുള്ള കുട്ടിയാണെന്നുള്ള രീതിയല്ല അവിടെ. ഓരോ മറ്റു കുട്ടികൾ എങ്ങനെയാണോ ആ കുട്ടികളെ രീതിയിൽ തന്നെ അങ്ങനെ കാണണം എന്നുള്ളൊരാഗ്രഹമാണ്. മറ്റുള്ള കുട്ടികളെ താരതമ്യം ചെയ്ത് കാണുന്ന ഒരു രീതിയിലാവരുത്, അതേ ഉള്ളൂ നമുക്ക്. ഒരുപാട് സന്തോഷമായി. എന്താണെന്ന് വെച്ചാൽ ഡൗൺ സിൻഡ്രോം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് വിളിച്ച മോളെക്കാട്ടിയും കൂടുതൽ സന്തോഷിച്ച ഞാൻ. ഇത്രയും ദൂരം വടകരയിൽ നിന്ന് നോമ്പൊന്നായിട്ട് ആരും വരില്ല. പക്ഷേ ഞാൻ വന്നതെന്ന് വെച്ചാൽ എൻ്റെ മോളെ സന്തോഷം എനിക്ക് വലുത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒക്കെ പറയാൻ പറ്റുമെന്നറിയില്ല. ഞാൻ ഈ പ്രസവിച്ച ടൈമിൽ ഞാൻ 8 കൊല്ലം കഴിഞ്ഞ് മോളെ പ്രസവിക്കുമ്പോൾ അപ്പോൾ മോളെ പ്രസവിച്ച ടൈമിന് ഈ ഡൗൺ സിൻഡ്രോം എന്ന ഓപ്പറേഷൻ ആയിരുന്നു. അപ്പോൾ ഡൗൺ സിൻഡ്രോം എന്താണെന്നൊന്നും അറിയില്ല. ഞാൻ എൻ്റെ ഉമ്മേനും കൂടെയുള്ള ഉമ്മ എല്ലാവരുടെ അടുത്തും എന്നെ പാൽ കൊടുക്കാനെല്ലാം കുട്ടികളെ കൊണ്ട് ഞാൻ ICUലായിരുന്നു. ഇതെന്തുമ്മ എൻ്റെ മോളെ മാത്രം കൊണ്ടുവരാത്തത്? നേരം ഉമ്മ അതിന് ചെറിയൊരു മഞ്ഞുണ്ട്, മോക്ക് ഇങ്ങനൊരു ഇതുണ്ടെന്നോ വൈകല്യം ഉണ്ടോന്നോ ഇങ്ങനെ പ്രശ്നമുണ്ടോന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്നോട് ഡോക്ടർ പറയുന്നത് പിന്നെ മോക്ക് ഇങ്ങനെ ചെറിയൊരു ബുദ്ധിപരമായിട്ട് ചെറിയൊരു വൈകല്യമുണ്ട്, മോക്ക് ഇങ്ങനെ മരദ്വാരില്ല. അപ്പോഴത്തേക്കിനെ ഞാൻ സത്യം പറഞ്ഞാൽ മാനസികമായിട്ട് അതുപാട് തളർന്നു പോയി. എൻ്റെ കൂടെയുള്ള ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പം പറഞ്ഞ ടെൻഷൻ അടിക്കുക ഇതാക്കൊന്നും പണ്ടേ പണ്ടത്തെ പോലെയൊന്നല്ല, നമ്മൾ കൂടെ നിന്നാൽ ഒരുപാട് മാറ്റങ്ങൾക്ക് മക്കൾക്ക് വരും. പഠിച്ചോനെ ഞാൻ ഇത്രയും കാലം കാത്തു നിന്നിട്ട് എനിക്ക് കിട്ടിയ കുഞ്ഞാണല്ലോ ഇത് എന്നുള്ളൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് പോയി. പക്ഷെ ഇപ്പം ഞാനല്ല ഇപ്പം ഉള്ളത്. ഇപ്പം എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര എന്താ പറയുക, ഒരു വിദ്യാഭ്യാസം, സത്യം പറഞ്ഞാൽ എനിക്ക് വിദ്യാഭ്യാസം വരെ പുറലോകം എന്താണെന്നോ ഇതൊന്നും അറിഞ്ഞൂടാത്ത ഞാൻ ഇപ്പം എൻ്റെ മോളെ ഇതിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല, എനിക്കറിയില്ല. ഞാൻ അഭിമാനിക്കുക. എന്താണെന്ന് വെച്ചാൽ ഏത് വേദികളിൽ പോയാലും എവിടെ പോയാലും മൻഹ അലീമൻ്റെ ഉമ്മയാണോ നിങ്ങളാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്താ പറയേണ്ടത്, എവിടെയാണ് നിൽക്കേണ്ടത്, എന്താ ചെയ്യേണ്ടത്, എനിക്ക് അധികം കരച്ചിൽ വരിക. ഞാൻ മോള് കാരണമാണെന്നല്ലോ ഞാൻ അറിയപ്പെട്ടത്. നിങ്ങൾ മന്നുവിൻ്റെ ഉമ്മയല്ലേ എന്ന് എല്ലാവരും വന്ന് ചോദിക്കും. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോള് ഞാൻ കണ്ടത് സാധാരണ ഞാൻ പ്രസവിച്ച ടൈമിൽ ഞാൻ പഠിച്ചോണ്ട് ഞാൻ ഈ മോളെയും കൊണ്ട് എങ്ങോട്ട് പോകും, എന്ത് ചെയ്യും, മോക്ക് ബുദ്ധിപരമായിട്ട് ചെറുതരം വൈകല്യം ഉണ്ടാവും, ചിലപ്പോൾ നടക്കാൻ പറ്റില്ല, ചെവി കേൾക്കാം. ഇതൊക്കെ എൻ്റെ പ്രസവിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞു. പക്ഷേ എനിക്കിപ്പം മനസ്സിലായി അതൊന്നുമല്ല. ഓരോ ഘട്ടം മോക്ക് മാറ്റം വരുമ്പോൾ ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുക എൻ്റെ മോള് എന്നുള്ളത്. ഇപ്പോൾ പിന്നെ ഓരോരോ മാറ്റം എൻ്റെ മോള് നടന്നല്ലോ, എൻ്റെ മോള് കുമ്പിട്ട് ആദ്യം എന്ന് വെച്ചാൽ മോള് കഴുത്ത് ഇങ്ങനെ ചെരിയ, എൻ്റെ മോള് കഴുത്തൊക്കെ ചരിച്ചല്ലോ, എൻ്റെ മോളൊന്ന് കുമ്പിട്ടല്ലോ, എൻ്റെ മോളൊന്ന് ഒച്ച ഉണ്ടാക്കിയല്ലോ. പക്ഷെ ഇതൊന്നല്ലേ ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ എൻ്റെ മോള് കടത്തത്തിലായി പോവുമോ, എൻ്റെ മോളെയും കൂടെ ഞാൻ എങ്ങോട്ടെങ്കിലും പോകേണ്ടി വരുമോ എന്നൊക്കെ ഞാൻ അങ്ങനത്തെ എൻ്റെ മോളാണിപ്പോൾ എൻ്റെ മടിയിലുള്ളത്. ഇന്നലെ എനിക്കിത് പറയാൻ പറ്റുമോ ഞാനറിയില്ല. ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് ഒരു ലഹരി വിരുദ്ധ ക്ലാസ് ഉണ്ട്.
അപ്പം ഞാൻ അവിടെ പോരോ ഒരു സാറ് ക്ലാസ് എടുത്തരാൻ എന്നോട് എന്താന്ന് പറഞ്ഞത്, ഈ മക്കൾ വാശി പിടിക്കില്ല, പൈസ വേണമെന്ന് പറയൂല, ഒന്ന് കള് നടത്തൂല, ഇതാക്കി പോവില്ല, ലഹരിക്ക് അടിമയായി കിടക്കൂല, നിഷ്കളങ്കമായ ഞാളല്ലേ ശരിക്കും ഭാഗ്യവാന്മാർ. ശരിക്കും ഞാൾ മാത്രമല്ലേ ഭാഗ്യന്മാർ, ഞാൾ തന്നെയാണ് ഭാഗ്യവന്മാർ. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങളെല്ലാം ഒരുപാട് നിങ്ങളെ പോലത്തെ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും എല്ലാവരും സപ്പോർട്ടുണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇന്ന് ഇതുപോലത്തെ സ്ഥാപനങ്ങളും ഇതുപോലത്തെ ഇതും ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ മുന്നോട്ടാണ്. ഈ വീഡിയോയുടെ ഓരോ ഷെയറിലൂടെയും നമുക്ക് ഡൗൺ സിൻഡ്രോമിനെ കുറിച്ചുള്ള അവയർനെസ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. സോ പ്ലീസ് ഡു കമൻറ്റ്, ലൈക്ക് ആൻഡ് ഷെയർ ദ വീഡിയോ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പോയിക്കോട്ടോ. ഇനി എപ്പോഴാണ് വരിക? നാളെ വരും അല്ലേ?